നമസ്കാരം. ഭാരതത്തിൻ്റെ വ്യോമകരസേനകളുടെ പ്രഹാരശേഷി കൂടുതൽ സുശക്തമാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറുമായി ഭാരതവും അമേരിക്കയും മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ സായുധ സേനയുടെ പക്കലുള്ള അത്യാധുനിക അപ്പാച്ചെ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളുടെയും M777A2 അൾട്രാലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കികളുടെയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കും പ്രവർത്തന സജ്ജത നിലനിർത്തുന്നതിനുമുള്ള നിർണായക കരാറിന് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി അനുമതി നൽകി. ഏകദേശം 4000 കോടിയിലധികം രൂപ മൂല്യം വരുന്ന 2 വ്യത്യസ്ത കരാറുകളാണ് US ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് ഉപരിയായി നിലവിൽ സൈന്യത്തിൻ്റെ മുൻനിരയിലുള്ള ഈ 2 യുദ്ധ പ്ലാറ്റ്ഫോമുകളും എക്കാലത്തും യുദ്ധസജ്ജമാക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന നയതന്ത്ര നീക്കം. അമേരിക്കൻ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ജൂൺ 17-നാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഫെഡറൽ രജിസ്റ്ററിൽ പുറപ്പെടുവിച്ചിരുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെയ് 18 തന്നെ ഇതിനായുള്ള പ്രാഥമിക അനുമതി കോൺഗ്രസിന് കൈമാറിയിരുന്നു. ഈ പുതിയ പാക്കേജ് പ്രകാരം ഇന്ത്യക്ക് ആവശ്യമായ ലോജിസ്റ്റിക് പിന്തുണ, സാങ്കേതിക സഹായം, സൈനികർക്കുള്ള പ്രത്യേക പരിശീലനം, ഡിപ്പോ തലത്തിലുള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് ലഭ്യമാകുക. ദക്ഷിണേഷ്യയിലെയും ഇന്തോ പസഫിക് മേഖലയിലെയും നിലവിലുള്ള സൈനിക സന്തുലിതാവസ്ഥയ്ക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഈ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയായി അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാണ് ഈ നടപടി. കിഴക്കൻ ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ചൈനീസ് അതിർത്തികളിലെ ഉയർന്ന മലനിരകളിൽ ഇന്ത്യൻ ആർട്ടിലറിയുടെ അഥവാ പീരങ്കിപ്പടയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ അതീവ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആയുധമാണ് M777A2 അൾട്രാലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കികൾ. ഭാരം കുറഞ്ഞതും ഹെലികോപ്റ്ററുകളിൽ വരെ തൂക്കിയെടുത്ത് അതീവ ദുർഘടമായ മലമുകളിൽ എത്തിക്കാൻ സാധിക്കുന്നതുമായ ഈ പീരങ്കികൾക്ക് ഉയർന്ന പ്രദേശങ്ങളിൽ കൃത്യതയാർന്ന പ്രഹരം ഏൽപ്പിക്കാൻ പ്രത്യേക ശേഷിയുണ്ട്. ഈ പീരങ്കികളുടെ സുഗമമായ പ്രവർത്തനത്തിനായി $230 മില്യൺ പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പീരങ്കിയുടെ സ്പെയർ പാർട്സുകൾ, തകരാറിലായ ഭാഗങ്ങൾ റിപ്പയർ ചെയ്ത് തിരികെ നൽകാനുള്ള സേവനം, ഫീൽഡ് സർവീസ് പ്രതിനിധികളുടെ സാന്നിധ്യം എന്നിവ ഉൾപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ പ്രതിരോധ കമ്പനിയായ BAE സിസ്റ്റംസ് ആയിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കരാറുകാർ. ഇന്ത്യൻ വ്യോമസേനയും കരസേനയും ഒരുപോലെ ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററാണ് AH-64E അപ്പാച്ചെ. ഹെൽഫയർ മിസൈലുകൾ, ഹൈഡ്ര റോക്കറ്റുകൾ, മിനിറ്റിൽ 100 കണക്കിന് വെടിയുണ്ടകൾ ഉതിർക്കാൻ ശേഷിയുള്ള 30 mm ചെയിൻ ഗൺ എന്നിവ ഘടിപ്പിച്ച അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ശത്രുവിൻ്റെ ടാങ്കുകളെയും ബങ്കറുകളെയും നിമിഷനേരം കൊണ്ട് തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഈ ഹെലികോപ്റ്റർ വ്യൂഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി $198.2 മില്യൺ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും കരാർ കമ്പനികളുടെയും എഞ്ചിനീയറിംഗ് പിന്തുണ, സാങ്കേതിക ഡാറ്റകളുടെ കൈമാറ്റം, ജീവനക്കാരുടെ ആധുനിക പരിശീലനം എന്നിവയാണ് ഈ പാക്കേജിൻ്റെ ഭാഗമായി ഭാരതത്തിന് ലഭിക്കുക. പ്രശസ്ത അമേരിക്കൻ കമ്പനികളായ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ എന്നിവർ ചേർന്നാണ് ഈ കരാർ നടപ്പിലാക്കുന്നത്. ആധുനിക യുദ്ധരംഗത്ത് ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങൾക്കായി യുദ്ധവിമാനങ്ങളും അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളും ഒരുപോലെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവയുടെ പ്രവർത്തന രീതിയിലും ലക്ഷ്യങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിവേഗതയിലും ഉയർന്ന ആകാശത്തും പറന്ന് ദീർഘദൂര ലക്ഷ്യങ്ങൾ തകർക്കാൻ യുദ്ധവിമാനങ്ങൾക്കാണ് കൂടുതൽ ശേഷിയുള്ളത് എങ്കിൽ ഭൂമിയോട് തൊട്ടുരുമി പറന്ന് ശത്രുവിൻ്റെ കൺമുന്നിലെ പ്രതിരോധ നിരകളെ തരിപ്പണമാക്കാൻ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളാണ് കൂടുതൽ മികവ് പുലർത്തുന്നത്. യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കരയുദ്ധങ്ങളിലും പർവ്വത മേഖലകളിലും അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് ചില സവിശേഷമായ മേന്മകളുണ്ട്. ശത്രുവിൻ്റെ കോട്ടകൾ തകർക്കുന്നതിലും സ്വന്തം പടയാളികൾക്ക് തൊട്ടടുത്ത് നിന്ന് സംരക്ഷണം നൽകുന്നതിലും ഹെലികോപ്റ്ററുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളുടെ ഏറ്റവും വലിയ മേന്മ അവയുടെ ലംബമായ പറന്നുയരലിനും ഇറങ്ങലിനുമുള്ള ശേഷിയാണ്. യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരുവാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും കിലോമീറ്ററുകൾ നീളമുള്ള റൺവേകളോ വലിയ വിമാനത്താവളങ്ങളോ അത്യാവശ്യമാണ്. യുദ്ധസമയങ്ങളിൽ ശത്രു രാജ്യങ്ങൾ ആദ്യം ലക്ഷ്യമിടുന്നത് ഇത്തരം റൺവേകൾ തകർക്കാനായിരിക്കും. എന്നാൽ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് പറന്നുയരുവാൻ റൺവേകളുടെ ആവശ്യമില്ല. യുദ്ധഭൂമിക്ക് തൊട്ടടുത്തുള്ള ചെറിയ കാട്ടുപ്രദേശങ്ങളോ കുന്നിൻപുറങ്ങളോ കപ്പലുകളുടെ ഡക്കുകളോ പോലും ഇവയ്ക്ക് താവളമാക്കാൻ സാധിക്കും. ദുർഘടമായ പർവ്വത മേഖലകളിലും അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മുന്നണി പോരാട്ടങ്ങളിലും അതിവേഗം സൈന്യത്തിന് സഹായമെത്തിക്കാൻ ഈ സവിശേഷത ഹെലികോപ്റ്ററുകളെ സഹായിക്കുന്നു. ആകാശത്ത് ഒരേ സ്ഥാനത്ത് നിശ്ചലമായി നിൽക്കാനുള്ള ശേഷിയാണ് യുദ്ധവിമാനങ്ങൾക്ക് ഇല്ലാത്തതും ഹെലികോപ്റ്ററുകൾക്ക്
മാത്രമുള്ളതുമായ മറ്റൊരു പ്രധാന മേന്മ. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് തങ്ങി നിൽക്കാൻ കഴിയില്ല. അവ എപ്പോഴും നിശ്ചിത വേഗതയിൽ മുന്നോട്ട് പറന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് ആകാശത്ത് ഒരേ സ്ഥലത്ത് മണിക്കൂറുകളോളം അനങ്ങാതെ നിൽക്കാനും ശത്രുവിൻ്റെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും സാധിക്കും. ഇതുകൂടാതെ വളരെ കുറഞ്ഞ വേഗതയിൽ പറക്കാനുള്ള ഇവയുടെ ശേഷി കാടുകളിലോ കെട്ടിടങ്ങൾക്കിടയിലോ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെയും അവരുടെ ടാങ്കുകളെയും കൃത്യമായി കണ്ടെത്തി ആക്രമിക്കാൻ സഹായിക്കുന്നു. ഭൂപ്രകൃതിയെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുവാൻ ഹെലികോപ്റ്ററുകൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ഭൂമിയോട് അതീവ താഴ്ന്നു പറക്കാനുള്ള ശേഷി അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളെ ശത്രുവിൻ്റെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സംരക്ഷിക്കുന്നു. കുന്നുകൾ, മരങ്ങൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ മറപറ്റി ഭൂമിയോട് തൊട്ടുരുമി പറക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. ഉയർന്ന ആകാശത്ത് പറക്കുന്ന യുദ്ധവിമാനങ്ങളെ ശത്രുവിൻ്റെ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും റഡാറുകൾക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മലനിരകൾക്കിടയിലൂടെയും താഴ്വരകളിലൂടെയും ഒളിച്ചു പറക്കുന്ന ഹെലികോപ്റ്ററുകളെ റഡാറുകൾക്ക് കണ്ടെത്തുക അസാധ്യമാണ്. ശത്രു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊട്ടുമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്ന് ആക്രമണം നടത്തി അതേ മറവുകളിലേക്ക് തന്നെ തിരികെ ഒളിക്കുവാൻ ഇവയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. കരസേനയ്ക്ക് നൽകുന്ന നേരിട്ടുള്ള യുദ്ധസഹായത്തിലാണ് അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങളെക്കാൾ ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. കരയുദ്ധം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടു മുകളിലായി നിലയുറപ്പിച്ച് സ്വന്തം സൈനികർക്ക് തൊട്ടുമുന്നിലുള്ള ശത്രുക്കളെ കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ഹെലികോപ്റ്ററുകളിലെ പൈലറ്റുമാർക്ക് സാധിക്കും. യുദ്ധവിമാനങ്ങൾ അതിവേഗത്തിൽ പറന്നു പോകുന്നതിനാൽ താഴെയുള്ളത് സ്വന്തം സൈനികരാണോ ശത്രുക്കളാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ഹെലികോപ്റ്ററുകൾക്ക് കരസേനയുടെ കമാൻഡർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി ശത്രുവിൻ്റെ ബങ്കറുകളെയും ടാങ്കുകളെയും തൊട്ടടുത്ത് ചെന്ന് മാരകമായ മിസൈലുകളും ചെയിൻ ഗണ്ണുകളും ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയും. ചുരുക്കത്തിൽ അതിവേഗ ആക്രമണങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ മികച്ചതാണ് എങ്കിലും യുദ്ധഭൂമിയിലെ നേരിട്ടുള്ള പോരാട്ടങ്ങളിലും തന്ത്രപരമായ നീക്കങ്ങളിലും അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ നൽകുന്ന മേന്മയും സുരക്ഷയും സമാനതകളില്ലാത്തതാണ്. ഇന്ത്യൻ സായുധ സേന നിലവിൽ വലിയ തോതിലുള്ള ആധുനികവൽക്കരണ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഡ്രോൺ പ്രോഗ്രാമുകൾ, ദീർഘദൂര കാമിക്കാസെ UAV പ്രോജക്റ്റുകൾ, അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഇരട്ട തന്ത്രമാണ് ഭാരതം അതിർത്തി സുരക്ഷയ്ക്കായി സ്വീകരിക്കുന്നത്. മുൻപ് റഷ്യൻ നിർമ്മിത Mi-35 ഹെലികോപ്റ്ററുകൾക്ക് പകരമായിട്ടാണ് 2019 മുതൽ ഇന്ത്യ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ സേനയുടെ ഭാഗമാക്കാൻ തുടങ്ങിയത്. പുതുതായി വാങ്ങുന്ന ആയുധങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് നിലവിലുള്ളവയുടെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും എന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ കരാറിലൂടെ അതിർത്തിയിലെ ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാനും തദ്ദേശീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതുതായി വാങ്ങുന്ന ആയുധങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് നിലവിലുള്ളവയുടെ പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും എന്ന് ഭാരതം കൃത്യമായി മനസ്സിലാക്കുന്നു. ഈ കരാറിലൂടെ അതിർത്തിയിലെ ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാനും തദ്ദേശീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ കരാർ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും കൃത്യമായ ചില തന്ത്രപരമായ സന്ദേശങ്ങളാണ് നൽകുന്നത്. അതിർത്തികളിൽ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ആസൂത്രണങ്ങളെയും നീക്കങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കും. കിഴക്കൻ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനയുമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കരാർ ചൈനയ്ക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മലനിരകളിൽ അതിവേഗം വിന്യസിക്കാൻ കഴിയുന്ന M777 അൾട്രാലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കികൾ ഉയർന്ന പ്രദേശങ്ങളിൽ ചൈനീസ് സൈന്യത്തിൻ്റെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നവയാണ്. ഇതിൻ്റെ തടസ്സമില്ലാത്ത പ്രവർത്തന സജ്ജത ഉറപ്പാക്കുന്നത് ചൈനയുമായുള്ള അതിർത്തിയിലെ ഇന്ത്യൻ ആർട്ടിലറിയുടെ മേധാവിത്വം നിലനിർത്താൻ സഹായിക്കും. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സമതലങ്ങളിലും മരുഭൂമികളിലും ഇന്ത്യയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ പാക് സൈന്യത്തിന് വലിയൊരു ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ശത്രുവിൻ്റെ ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എക്കാലത്തും യുദ്ധസജ്ജമായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള അധിനിവേശ ആസൂത്രണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. അടിയന്തര ഘട്ടങ്ങളിൽ പാക് ടാങ്കുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇതിലൂടെ വർദ്ധിക്കും. ചൈനയും പാകിസ്ഥാനും ഒരേ സമയം ഇന്ത്യക്കെതിരെ തിരിയുന്ന 2 ഫ്രണ്ട് വാർ സാഹചര്യം പ്രതിരോധ മന്ത്രാലയം എപ്പോഴും കണക്കിലെടുക്കാറുണ്ട്. ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും മാരകമായ 2 ആയുധ പ്ലാറ്റ്ഫോമുകൾ ദീർഘകാലത്തേക്ക് യാതൊരു സാങ്കേതിക തടസ്സവുമില്ലാതെ പൂർണ്ണ സജ്ജമായിരിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകുന്നതോടെ ഒരേ സമയം 2 അതിർത്തികളിലും ശക്തമായ വ്യോമ കര സുരക്ഷയൊരുക്കുവാൻ ഭാരതത്തിന് സാധിക്കും. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യം തടയുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയെ ഒരു മേജർ ഡിഫൻസ് പാർട്ണറായി കണ്ട് അമേരിക്ക നൽകുന്ന ഈ പിന്തുണ ഭാരതത്തിൻ്റെ സൈനിക ശേഷിക്ക് പിന്നിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ ശക്തമായ അടിത്തറയുണ്ടെന്ന സന്ദേശവും കൂടി ചൈനയ്ക്ക് നൽകുന്നുണ്ട്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി നിലനിർത്താൻ സഹായിക്കും. ഇന്ത്യ
തങ്ങളുടെ മുൻനിര യുദ്ധോപകരണങ്ങൾ ആധുനികവൽക്കരിക്കാനും അവയുടെ അറ്റകുറ്റപ്പണികൾക്കുമായി കോടിക്കണക്കിന് രൂപ മുടക്കാൻ തയ്യാറാകുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇതിന് അനുസൃതമായി തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ശേഷിയുടെ അന്തരം ഇനിയും വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ ഈ പ്രതിരോധ കരാർ ചൈനയുടെ അതിർത്തിയിലെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാന്റെ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾക്കും ഒരുപോലെ തടസ്സമാവുകയും ഇന്ത്യയുടെ അതിർത്തി പ്രതിരോധ കോട്ടയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.